ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ബട്ടർ അല്ലെങ്കിൽ വെണ്ണ എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, പാലിൽ നിന്നാണ് വെണ്ണ കിട്ടുന്നത്. പാല് തിളപ്പിച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ പാലിൻ്റെ മുകളിലൊരു പാട വരും, പാൽപ്പാട. ആ പാൽപ്പാടിൽ നിന്നാണ് നമ്മൾ വെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. തിക്കായിട്ടുള്ള പാൽപ്പാട കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാച്ചിയ പാല് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, നമുക്ക് തിക്കായിട്ടുള്ള പാൽപ്പാട കിട്ടും. അങ്ങനെ ഇന്നലെ ഞാൻ കാച്ചി ഫ്രിഡ്ജിലെടുത്ത് വെച്ച പാലാണിത്. ഇതിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ടുള്ള പാൽപ്പാടയുണ്ട്. ഇത് ഒന്നുകിൽ നമുക്കൊരു സ്പൂൺ വെച്ച് പാൽപ്പാട മാത്രം പ്രത്യേകം വേർതിരിച്ചെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് സൂക്ഷിക്കാം. ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യാറ്. അതായത് ഒരു സ്ട്രെയിനർ വെച്ച് നമ്മൾ പാൽ അരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആ സ്ട്രെയിനറിൽ പാലിൻ്റെ പാട നമുക്ക് കിട്ടും. ഇങ്ങനെ അരിച്ചെടുക്കുന്ന പാൽപ്പാട ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. മാസങ്ങളോളം അത് കേടാവാതിരിക്കും. എപ്പോഴാണോ ആ പാത്രം നിറയുന്നത്, പാൽപ്പാട ഇട്ട് വെച്ച് ആ പാത്രം നിറയുമ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്ത് മിക്സിയിലിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിക്കുമ്പോൾ നമുക്ക് വെണ്ണ വേർതിരിച്ച് കിട്ടും. നമ്മൾ വെണ്ണ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ അത് വെണ്ണ നമുക്ക് വേർതിരിച്ച് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതേപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ഉടനെ തന്നെ നമുക്ക് ഈ പാൽപ്പാട എടുക്കാനൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് ഹാർഡായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ പാൽപ്പാട എടുത്ത് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ സാധാ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള സാധാ വെള്ളം എടുത്ത് അടിച്ചാലും നമുക്ക് വെണ്ണ കിട്ടും. കാരണം വെണ്ണയുടെ ആ ക്രീം നല്ല തണുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട്. അതല്ല, നമ്മൾ പാൽപ്പാട ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പാൽപ്പാട എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ വെണ്ണ പെട്ടെന്ന് വേർതിരിച്ച് കിട്ടുള്ളൂ. എളുപ്പം വെണ്ണ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാൽപ്പാട ഒരുമിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ നമുക്ക് വെണ്ണ വേർതിരിച്ച് കിട്ടില്ല. കുറേശ്ശെ പാൽപ്പാട എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സിയിൽ അടിക്കുക. അപ്പോൾ നമുക്ക് വെണ്ണ വേർതിരിച്ച് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ഉടനെ ആയതുകൊണ്ട് എനിക്ക് ആ പാൽപ്പാട എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് ഒത്തിരി ഹാർഡാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചാലും നല്ല വെണ്ണ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനൊരു നൈഫ് വെച്ചിട്ട് ആ പാൽപ്പാട കുത്തിയെടുക്കുകയാണ്. കുറേശ്ശെ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക. വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം. ഇനി നമുക്ക് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിക്കാം. കുറച്ചധികം സമയം അടിക്കണം, അപ്പോഴാണ് നമുക്ക് ആ വെണ്ണ വേർതിരിച്ച് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം അടിക്കുമ്പോൾ നമുക്കത് ഇതുപോലെ ആയിരിക്കും കിട്ടുക, അതായത് ഒരു പാല് പോലെ, ഒരു കലങ്ങിയ അവസ്ഥയിൽ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, എന്നിട്ട് വീണ്ടും മിക്സി അടച്ച് വെച്ചിട്ട് അടിക്കുക. ഇപ്പോൾ കുറേശ്ശെ വെണ്ണ വേർതിരിച്ച് വരുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് അടിക്കണം, എന്നാലാണ് ആ വെണ്ണ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് നീങ്ങി വരും. ഇപ്പോൾ നല്ലപോലെ വെണ്ണ നമുക്ക് വേറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് വെള്ളം വേറെ, ഒരു യെല്ലോയിഷ് കളറിലെ ബട്ടർ വേറെ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇങ്ങനെ ആയിട്ടുള്ള ബട്ടർ നമുക്ക് കുറച്ചധികം വെള്ളത്തിലേക്കാണ് എടുത്തിടേണ്ടത്. അതായത് ഒരു വലിയ ബൗൾ എടുക്കുക, അതിൽ കുറച്ചധികം വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ബട്ടർ ഇടാനായിട്ട്. ഒരു വലിയ സ്പൂൺ വെച്ച് നമുക്ക് ആ ബട്ടർ വേർതിരിച്ചെടുക്കാം. ആ ബട്ടറിൽ നിന്നും ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ആ ബട്ടർ മാത്രം നമുക്ക് ഈ പ്ലെയിൻ വെള്ളത്തിലേക്ക് ഒഴിക്കാം. വെണ്ണ കംപ്ലീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആ വെള്ളം നമുക്ക് കളയാം. അത് ആക്ച്വലി ബട്ടർ മിൽക്കാണ്, വേണമെങ്കിൽ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. ഞാൻ സാധാരണ കളയും, എന്നിട്ട് വേറെ ഫ്രഷ് വെള്ളത്തിലാണ് വീണ്ടും പാൽപ്പാടകൾ മിക്സിയിൽ അടിച്ചെടുക്കുക. ഓരോ പ്രാവശ്യവും വെണ്ണ കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് വീണ്ടും പാൽപ്പാട ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വെണ്ണ ഉണ്ടാക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാൽപ്പാടയും കുറേശ്ശെ മിക്സിയിലിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് അടിച്ച് വെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അവസാന സെറ്റ് പാൽപ്പാടയും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് വെണ്ണ വേർതിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ വെണ്ണയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നല്ല പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിൽ ആ വെണ്ണ നന്നായിട്ട് കഴുകിയെടുക്കണം. അതായത് വേറൊരു ബൗളിൽ കുറച്ചധികം വെള്ളം എടുക്കുക, എന്നിട്ട് ഈ ബട്ടർ കംപ്ലീറ്റ് ഇതിൽ നിന്ന് എടുത്ത് ആ പാത്രത്തിലേക്ക് ഇടുക.
പിന്നെ വീണ്ടും വേറൊരു ബൗളിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഈ ബട്ടർ മാറ്റുക. അങ്ങനെ ആ വെണ്ണയെ ഒരു 2-3 പ്രാവശ്യങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതായത് ആ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ണയെ വെള്ളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാണെങ്കിൽ മാസങ്ങളോളം ഇരുന്നോളും. നമ്മൾ ഈ പാത്രത്തിലാണ് പാൽപ്പാട എടുത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് എന്തോരം വെണ്ണ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെണ്ണ ഇട്ട് കാണിക്കുകയാണ്. എന്തോരം പാൽപ്പാടയാണോ എടുത്ത് വെച്ചിരുന്നത് അത്രത്തോളം തന്നെ നമുക്ക് വെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി മുതൽ വെണ്ണ കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പാൽ മേടിക്കുന്ന എല്ലാവർക്കും വെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാടൻ പശുവും പാലല്ല, നമ്മൾ പാക്കറ്റ് പാൽ മേടിച്ചാലും നമുക്കിതുപോലെ വെണ്ണ ഉണ്ടാക്കാൻ പറ്റും. മിൽമയല്ല, ഏത് പാക്കറ്റ് പാലാണോ നമ്മൾ വീട്ടിൽ മേടിക്കുന്നത് ആ പാക്കറ്റ് പാൽ കാച്ചിയാലും നമുക്ക് പാൽപ്പാട കിട്ടും. ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള പാലാണെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള പാൽപ്പാട കിട്ടും. ഫാറ്റ് കണ്ടൻറ്റ് കുറവാണെങ്കിലും സാരമില്ല, നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് പാൽപ്പാട എന്തായാലും കിട്ടും. അത് സൂക്ഷിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ വെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ണ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.